ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പം ഇന്ന് ഞാൻ ഒരു വിഭവമായിട്ടൊന്നല്ല കേട്ടോ വന്നേക്കുന്നത്, ഒരുപാട് വിഭവങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് ഉസ്താമാരെ ചിലവുള്ളൊരു ദിവസമാണ്. ഞങ്ങൾക്ക് വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഉസ്താമാരെ ചിലവ് വരിക. അത് 3 നേരമായിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നിങ്ങളതിനെ ബുദ്ധിമുട്ടില്ലാത്തൊരു ഫുള്ളായിട്ട് കാണൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. രാവിലെയാണ് വെള്ളപ്പത്തിനുള്ള മാവ് അരച്ച് വെക്കാറ് കേട്ടോ. തലേദിവസം അരച്ച് വെച്ചാൽ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലും നല്ലത് എനിക്ക് രാവിലെ അരച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ നടക്കാൻ പോണേക്കാട്ടി മുന്നേ അത് അരച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേനും ആവുമല്ലോ. അപ്പോൾ അവിടെ ചേച്ചിമാരൊക്കെ വരും കേട്ടോ, നടക്കാൻ പോകാൻ വേണ്ടിയിട്ട്, വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ 5:15 ആകുമ്പോഴത്തേനും വരും. അപ്പോൾ അവരെ കൂടെ പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ അരച്ച് വെച്ചിട്ട് പോകാമല്ലോ വിചാരിച്ചിട്ട് വേഗം അരച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാനിത് അരിയും പച്ചരിയും പിന്നെ ചോറും നാളികേരം അതെല്ലാം കൂടിയിട്ട് രാത്രി ആകുമ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് രാവിലെ അരച്ച് വെക്കുകയും ചെയ്യും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നടത്താൻ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ അതിൽക്കൊരു കുറുമ്പുണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് ഉരുളൻകിഴങ്ങും പിന്നെ സബോളയും ക്യാരറ്റും അത്ര മാത്രം ഇട്ടിട്ടാണ്. ഗ്രീൻ പീസ് എൻ്റെ കയ്യിലില്ലായിരുന്നു, പിന്നെ മേടിക്കാൻ മറന്നതാണ്. അപ്പോൾ അത് കാരണം ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തരം കടിയല്ല കേട്ടോ, നമ്മൾ 2 തരം കടി കൊടുത്തയക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്ട് കഴിഞ്ഞിട്ട് അടുത്തിന് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് നടുക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ളത് വേറെ മുളക് പൊടിയും നമ്മൾ കുരുമുളക് പൊടിയും അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണില്ല, ഇത് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ അതിതാ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം ഒഴിക്കുക, നമുക്ക് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ വെള്ളമൊന്നും വേണ്ട, നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വെക്കുക. അപ്പോൾ അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ബട്ടൂർ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ റവ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, നല്ല കട്ട തൈരായിരുന്നു കേട്ടോ. മോരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ തൈരാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ മുന്നേ വേണമെങ്കിലും കുഴച്ച് വെക്കാം, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കും. ഞാൻ ഇങ്ങനെ തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാറ്. ഇനി നമ്മുടെ കയ്യിൽ തൈരോ മോരോ ഒന്നും ഇല്ലെങ്കിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചാലും മതിയിട്ടാണ്. അങ്ങനെ ആക്കിയിട്ടും ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കുക. നല്ല ലൂസാക്കരുതിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത് കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മാറ്റി വെക്കാം. 2-3 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുഴഞ്ഞ് ഉടഞ്ഞ് ഒരു ടൈപ്പ് ആകുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ കറി ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല, ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതാ കുക്കർ ചൂടാക്കി. ഞാൻ എല്ലാം കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആവൂല. ഈ രാവിലെ 8 മണിയാകുമ്പോഴത്തേനും ചായ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ വരും. അപ്പോഴത്തേനും എല്ലാം ആക്കി വെക്കണമല്ലോ. അപ്പോൾ അത് കാരണം കുക്കറിൽ തന്നെയാണ് വെക്കണത്. അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. കുക്കർ ചൂടായപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, സബോള ഇട്ട് കൊടുത്തു, പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തത്, തക്കാളി ഇട്ട് കൊടുക്കും. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്നായി വരുമ്പോഴത്തേനും നമ്മൾ പച്ചമസാല ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് അത് പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ വീട്ടിൽ 2 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികൾ കഴിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒറ്റക്കായ കാരണം 8 മണിയാകുമ്പോഴത്തേനും എല്ലാം കൊടുത്തയക്കണം. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. അപ്പോൾ ഇനി അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതിലേക്ക് നാളികേരം വറുത്തരക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി മസാല കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇളക്കലിലാണ് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും എന്ത് കറി ആയാലും നമുക്ക് ടേസ്റ്റ് കൂടും. നമ്മൾ ആ ഒരു മസാല മണമൊക്കെ മാറണ വരെ നന്നായി ഇളക്കി കൊടുക്കണം. അതും സ്റ്റവ് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റവൊക്കെ വൃത്തിയാക്കണ 2 മണിയും കൂടി ആയിട്ട് വരും. എന്നാണെങ്കിൽ എന്തായാലും സമയമില്ലാത്തൊരു ദിവസമല്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, വേവാനുള്ള ആവശ്യത്തിനുള്ള മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നാളികേരം ചിരകിയെടുക്കണം. അപ്പോൾ നാളികേരം കുറച്ചധികം ചിരവിയെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചിരവിയെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 1/2 കിലോയൊക്കെ കഴിഞ്ഞ് അതങ്ങോട്ട് മാറ്റി വെക്കാമല്ലോ. അപ്പോൾ അത് നാളികേരം ചിരയിൽ കഴിഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കുക. ഇനി നാളികേരം വറുത്തെടുക്കണം. അപ്പോൾ അത് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 തുണ്ടം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ചെറുള്ളിയില അതും, പിന്നെ കുറച്ച് വലിയ ജീരകം, നമ്മൾ പെരിഞ്ജീരകം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നാളികേരം വറുത്തത് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചിക്കൻ കറി വെന്തോന്ന് അറിയണമല്ലോ.
അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നാളികേരമൊക്കെ അരച്ചെടുത്ത് വരുമ്പോഴത്തേനും ഒരു മസാല കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി വരുമല്ലോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ നാളികേരം ഒഴിച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് അരച്ചതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കുക. നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നാളികേരപ്പാലും കൂടി ഒഴിക്കാനുണ്ട്. അപ്പോൾ അത് ഉരുളൻകിഴങ്ങ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നാളികേരപ്പാലും കൂടി ഒഴിച്ച് കൊടുത്താൽ ആ ഒരു കറിയായി. അപ്പോൾ കുറച്ച് ലൂസായിക്കോട്ടെ കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല കട്ടിയിൽ കറി ആക്കേണ്ട. ഉരുളൻകിഴങ്ങെല്ലാം ഒന്നും കൂടി ഇരുന്നിട്ട് അത് കുറുകി വരും. അത് കാരണം കുറച്ച് ലൂസിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചായ വെക്കണമല്ലോ. അപ്പോൾ ഞാൻ പാൽപ്പൊടിയിലാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെ പാലിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ചായക്കും അതെ ഞങ്ങൾ കട്ടൻ ചായയാണ് കുടിക്കുക. അത് കാരണം ഞാൻ പാൽ ചായ ഉണ്ടാക്കിയാൽ അങ്ങോട്ട് വലിയതായിട്ടാണ് ശരിയാവാറില്ല. അപ്പോൾ പാൽപ്പൊടിയിലാണ് ഞാൻ കൂടുതൽ ചായ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പം ഞാൻ ഇന്നും പാൽപ്പൊടിയിൽ തന്നെയാണ്. പരീക്ഷണത്തിന് നിന്നില്ല. അപ്പോൾ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഏലക്കായ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചായയിൽ. അപ്പോൾ അതിന് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി തിളച്ചതിന് ശേഷം നമുക്കത് ഇറക്കി വെക്കാം. അപ്പോൾ അത് ചായ ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ 7:45 തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾ വരാനായിട്ടുണ്ട്. അപ്പോഴത്തേന് ഇനി വെള്ളപ്പം കൂടി ചുട്ടെടുക്കാനുണ്ടല്ലോ. അപ്പോൾ അത് ചായ മാറ്റിയിട്ട് നമുക്ക് ഫ്ലാസ്കിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചാൽ ബട്ടൂറ പൊരിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിന് അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചു. ഇനി ചായ നമുക്ക് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ തലേദിവസം കൊടുന്ന് വെക്കൂട്ടെ. രാവിലേക്കുള്ള പാത്രങ്ങളൊക്കെ അവർ തലേദിവസം കൊടുന്ന് വെക്കാറുണ്ട്. അപ്പോൾ അത് അവർ വരുമ്പോഴത്തേന് നമുക്കിവിടെ ആക്കി വെക്കാമല്ലോ. അപ്പോൾ അത് ഫ്ലാസ്കിൽ ചായ ആക്കി വെച്ചു. ഇനി അപ്പോഴത്തേന് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബട്ടൂറ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് പരത്തണേൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ മുന്നേ കുറേ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ എടുക്കാനുള്ള സമയം കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പരത്തിലൊക്കെ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചുട്ടെടുക്കുക. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അതാണ് ഞാൻ പത്തിരിക്ക് നിൽക്കാഞ്ഞത്. പത്തിരി പണിയൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം നേരം നിൽക്കണമല്ലോ. ഇത് വലിയതാക്കിയിട്ട് പരത്തിയിട്ട് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതിയല്ലോ. പത്തിരി ആണെങ്കിൽ പ്രസ്സിൽ വെച്ച് അമർത്തി പിന്നെ വീണ്ടും പരത്തി അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. പിന്നെ ഉമ്മ പുറത്തുനിന്ന് മേടിക്കാമെന്നൊക്കെ പറഞ്ഞു പത്തിരി. അപ്പോൾ അത് വേണ്ട, നമുക്ക് ആകെ വർഷത്തിൽ 2 പ്രാവശ്യം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ ആ വെള്ളപ്പം ഫസ്റ്റത്തെ എണ്ണയാണ് കേട്ടോ. ഫസ്റ്റത്തെ അങ്ങോട്ട് വലിയതായിട്ട് ശരിയായി വന്നില്ല. ബാക്കിയുള്ളതൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കേണ്ട സമയം അപ്പോഴത്തേനും ആൾ വന്നിട്ടുണ്ടായിരുന്നു. ചായ മേടിക്കാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതാ പാത്രത്തിലാക്കി കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ ബാക്കിയുള്ള വെള്ളപ്പം അവിടെ ചൂടാൻ വേണ്ടി വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ആയതൊക്കെ വേഗം പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് വെള്ളപ്പാക്കി കൊടുക്കുന്നുണ്ട്. രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞ് പിന്നെ പേടിക്കാമല്ലോ കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് കുറച്ചധികം സമയമുണ്ട്. രാവിലെ ആണെങ്കിൽ ഒരു 8 മണി എന്നുള്ളൊരു സമയം ആയതുകൊണ്ട് പെട്ടെന്ന് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ അതാ വെള്ളപ്പം പാത്രത്തിലാക്കി. ഈ അടക്ക് പാത്രമൊക്കെ അവർ കൊണ്ടുവരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം നമുക്ക് പാത്രത്തിലാക്കിയിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ പിന്നെ അവർ വേഗം എടുത്തിട്ട് പോകുമല്ലോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ആൾ നിൽക്കേണ്ടി വന്നു കേട്ടോ. ഇതെല്ലാം കൂടി പാത്രത്തിലാക്കണ ഒരു സമയമാവണ വരെ. അപ്പോൾ ഈ ഒരു കറി പാത്രത്തിലാക്കുമ്പോഴാണ് ഞാൻ ഇതിൽ കടുക് വറുത്തിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഇനി പാത്രത്തിലാക്കിയിട്ട് കടുക് വറുത്തിടാമല്ലോ. അപ്പോൾ അതാ കടുക് വറുത്തിട്ടുണ്ട്. കടുകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടിയിട്ട് അത് വറുത്തിട്ടു. അപ്പോൾ തിരക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ മൂടിയൊക്കെ മാറ്റാതെ അങ്ങനെ വെച്ചത്. അപ്പോൾ ഇനി വെള്ളപ്പം മറ്റേ പാത്രത്തിലും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം ആക്കൽ കഴിഞ്ഞു. ഇനി അത് മാറ്റി വെക്കുക. ഇനി കാസറോളിൽ നമുക്ക് ബട്ടൂറാക്കി കൊടുക്കുക. അപ്പോൾ അതും കൂടി അതിലാക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് കൊടുത്തയക്കുകയാണെങ്കിൽ ആ ഒരു രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് സഞ്ചിയിലാക്കി കൊടുത്താൽ നമ്മുടെ രാവിലത്തെ പണി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് ഉമ്മക്ക് ഇഷ്ടമല്ല. ഉമ്മ പറയും ഉസ്താമാർക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ, അപ്പോൾ നമുക്ക് നാടൻ ചോറും കറികളൊക്കെ മതി എന്നാണ് പറയുക. അതാകുമ്പോൾ നമുക്ക് വേഗം പണി കഴിയട്ടെ. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉമ്മ പറയും അവർക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ, എപ്പോഴും പരിപാടികളുള്ളതല്ലേ. അപ്പോൾ അതങ്ങോട്ട് കൊടുത്തയക്കൽ കഴിഞ്ഞ് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ പയർ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മത്തങ്ങയും പയറും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പയർ ഒരു 2 വിസിലടിച്ചതിന് ശേഷമാണ് ഞാൻ മത്തങ്ങ ഇട്ട് കൊടുക്കുന്നത്. മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടിയും കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയല്ല ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെരുന്നാളിൻ്റെ ഓർമ്മ വരികയാണ് കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ പെരുന്നാളിൽ ഇങ്ങനെയാണ്. ഇപ്പോഴൊക്കെ അല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. അന്നൊക്കെ എല്ലാവരും ഉള്ളപ്പോൾ മത്തങ്ങയും പയറും മൂരി കാച്ചിയതും പിന്നെ ബീഫൊക്കെ കൂട്ടിയിട്ടാണല്ലോ ചോറുണ്ടാവുക. അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക, വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതും കൂടി ആയിട്ട് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ ബീഫൊക്കെ കഴുകി വരച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കുക്കറിലേക്ക് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ കുക്കറിൽ സബോള ഇട്ട് കൊടുത്തിട്ട് ഞാനത് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് എന്താ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുത്തു. ഇതാ കറിവേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് എടുത്തിട്ടില്ല. ഞാൻ മുന്നേ കുറേ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയിലെ ഒരു കുത്തണൊരു മണം ഉണ്ടല്ലോ, അത് മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിൽ കുറച്ച്
മല്ലിയില, കറിവേപ്പിൻ്റെ ഇല അതൊക്കെ നമ്മൾ മുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ വേവിക്കാൻ വെക്കുക. പെട്ടെന്നായി കിട്ടുമല്ലോ. കുക്കറിലെല്ലാം വെക്കണ ഒരു 5-6 വിസിലടിച്ചാൽ തന്നെ ബീഫായി വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ കൂടുതൽ വെള്ളം ആവണ്ട. ഇനി അത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫിൻ്റെ അടുക്ക് തിരിഞ്ഞ് നോക്കണ്ടല്ലോ. വിസിലടിച്ചതിന് ശേഷം നിർത്തിയാൽ മതിയല്ലോ. ഇനി മോര് കാച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരു നാളികേരത്തിൻ്റെ മുക്കാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ നാളികേരം ഒന്നല്ല, ഒരു ഇടത്തരായിരുന്നു. ഇനി അതിലേക്ക് ഞാൻ കുരുമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിവാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ നല്ല ജീരകം. അപ്പോൾ അതും കൂടിയിട്ട് അരച്ചെടുത്തതിൻ്റെ ശേഷം മോരും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മോര് വേണം കേട്ടോ. അപ്പം ഇനി നമുക്ക് മോര് കാച്ചാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് 3-4 ഒരു ഉണക്കമുളക് വേണം. അപ്പോൾ ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം 2-3 പച്ചമുളകും കൂടി കീറിയിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുത്താലാണ് കേട്ടോ നമുക്ക് മഞ്ഞ കളറായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അടിച്ചെടുത്ത മോരും പിന്നെ തേങ്ങ കൂടിയിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഒരു മഞ്ഞ കളർ ഇങ്ങനെ ഒരു കളറാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല കളറായി വരും കേട്ടോ. തിളച്ച് വരുന്നതിനനുസരിച്ചിട്ട് അത് മഞ്ഞ കളർ കൂടി വരും. കണ്ടില്ലേ? ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് നന്നായി പതഞ്ഞ് വന്നാൽ നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ മോര് കാച്ചിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി വെക്കുക. അപ്പോഴത്തേനും മത്തനും പയറും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരം അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെന്തോന്നൊക്കെ നോക്കണമല്ലോ. വെന്തോ നോക്കണം, ഉപ്പുണ്ടോ നോക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അത് മാറ്റി വെക്കുക. ഇനി അതിലേക്കുള്ള നാളികേരം അരച്ചെടുക്കുക. അപ്പോൾ അതും ഒരു വലിയൊരു മുറി നാളികേരമാണ് ഇട്ട് എടുത്തേക്കുന്നത്. ഒരു നാളികേരത്തിൻ്റെ പകുതി. അപ്പോൾ അതിലേക്ക് നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല ജീരകം ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് അരച്ചെടുക്കുക. നന്നായി അരഞ്ഞ് വരുമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് കുറച്ചൊരു ഇതിൽ അരഞ്ഞ് കിട്ടിയാൽ മതി. എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കാനൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രം മാറ്റി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കാൻ മറന്നു. പിന്നെ ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് മധുരത്തിന് ചെറിയൊരു ഇതുണ്ടാകും ശർക്കര ഇട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനി മാറ്റി വെക്കുക. നമുക്ക് കടുക് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ടു, കറിവേപ്പിൻ്റെ ഇല ഇട്ടു, ഉണക്കമുളക് ഇട്ടു. ഇനി കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു ചുമന്ന കളറാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നാളികേരം കുറച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. കുറച്ചധികമൊക്കെ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ കുറേ വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കുറച്ചിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് മത്തങ്ങയും പയറും ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി. ശർക്കര ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ആ ഒരു മധുരമൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മത്തങ്ങയും പയറും എലിശ്ശേരി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പായസം കൂടി വെക്കണുണ്ട് കേട്ടോ. എന്തെങ്കിലും മധുരം വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും പാലും കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് തിളക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഇനി സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് നെയ്യ് ഇട്ടിട്ടാണ് സേമിയ വറുത്തെടുക്കുന്നത്. ആദ്യം വിചാരിച്ച് പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന്. പിന്നെ നാളികേരമൊക്കെ ചിരകെടുക്കാൻ വേണ്ടി കുറച്ച് താമസമാവില്ല. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും ആയില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് സേമിയയിലേക്ക് എത്തിയത്. അപ്പോൾ സേമിയ അത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. ഈ പാല് തിളച്ചതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കുക. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. എല്ലാവർക്കും അറിയാവുന്നതല്ല. അതാണ് പിന്നെ കൂടുതലായിട്ട് കാണിക്കാഞ്ഞത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ലൂസായിട്ടുള്ള പായസമല്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് പായസം ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണമല്ലോ. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനും മോനും കുടിക്കില്ല കേട്ടോ, പാലൊഴിച്ച കാരണം. മോനക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവനക്കുള്ള മാത്രം മാറ്റി വെക്കണല്ലോ. ബാക്കിയൊക്കെ വള്ളിക്കലേക്ക് കൊടുത്തേക്കാണ്, ഉസ്താമാർക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. എനിക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പായസമൊക്കെ നമുക്ക് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ നല്ല ലൂസാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു കട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നാളികേരപ്പാൽ ആദ്യത്തെ പാലയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി വറുത്തിടണം. അപ്പോൾ പായസം ഇവിടെ ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കുക. ഇനി കേബേജ് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കണമെന്ന് എടുത്തിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ കുറച്ച് നാളികേരം കൂടി ചിരകിടാണ്ട് ബാക്കി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റി വെച്ചു. ഇനി വേണ്ടത് പപ്പടമാണ്. അപ്പോൾ നമ്മൾ മീനൊന്നും വറക്കണം, അല്ലെങ്കിൽ കറി വെക്കണമെന്നില്ല കേട്ടോ. ബീഫ് ഉണ്ടല്ലോ, പിന്നെ മീനും കൂടി ആവണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുത്താൽ ഉച്ചക്കിലേക്കുള്ളത് ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് കറി ആയിട്ടുണ്ട്, മോര് കാച്ചിയതായിട്ടുണ്ട്, പായസം, പിന്നെ മത്തങ്ങ പയർ എരിശ്ശേരി, കേബേജ് ഉപ്പേരി. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചക്കിലേക്ക് കൊടുത്തയക്കണത്. അപ്പോൾ ഇനി ഇതൊക്കെ പാത്രത്തിലാക്കി കൊടുക്കണം. ആൾ വരുന്നതിനെക്കാട്ട് മുന്നേ പാത്രത്തിലാക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പണിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇനി കാസറോളിലാക്കി വെക്കുന്നുണ്ട്, ചോറാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മേടിക്കാൻ വരുന്ന ആൾ വരുന്നതിനെക്കാട്ടി മുന്നേ അതെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ. രാവിലെ തന്നെ കുറച്ച് നേരം ഇവിടെ ഇരുത്തിയതാണ്. അപ്പോൾ അത് കാരണം ഇത് വേഗം പാത്രത്തിലാക്കി വെക്കുകയാണ്.
അപ്പം ഞാൻ ഇതാ അടക്ക് പാത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ ബീഫ് ആക്കുന്നുണ്ട്. അപ്പം ഞാനിത് നന്നായി വരട്ടി എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് കുറുകിയൊരു ചാറ് കൊടുക്കുന്ന തന്നെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, ചോറിൽക്കാണല്ലോ. അപ്പം ഇനി വരട്ടിയാൽ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മത്തങ്ങ പയർ എരിശ്ശേരി ആക്കി കൊടുക്കുക. പണ്ടൊക്കെ പെരുന്നാളിൻ്റെ ഓർമ്മ വരെയല്ലേ, പണ്ടൊക്കെ പെരുന്നാളിന് ഇങ്ങനെയാണല്ലോ, പെരുന്നാളിന് മത്തങ്ങ പയർ എരിശ്ശേരി, മോര് കാച്ചിയത്, അതുപോലെ ഒരു ബീഫ്, അതൊക്കെ കൂട്ടിയിട്ടൊരു ഇലയിൽ ചോറിനെല്ലാം അല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതാണ് കേട്ടോ കൂടുതലായിട്ട് ഓർമ്മ വരിക. ഇനി ഇതാ മോര് കാച്ചിയതും കൂടി ആക്കി കൊടുക്കുക. മോര് കാച്ചിയതും കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, അങ്ങനെ വലിയ ചാറ് കൊടുക്കാനൊന്നല്ല കേട്ടോ. പിന്നെ ഒരു നേരത്തേക്കല്ലേ വേണ്ടുള്ളൂ, നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കൊന്നും വേണ്ടല്ലോ. ഇതാ ഉപ്പേരിയും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ആ സെറ്റ് പാത്രവും അടച്ച് വെച്ചു. ഈ പപ്പടം ഞാൻ കവറിലാണ് കേട്ടോ ആക്കുന്നത്, ഇതിലാക്കിയാൽ ഇനി പൊട്ടിപ്പോവില്ല. അപ്പോൾ അതൊരു കവർ എടുത്തിട്ട് അതിൽ പപ്പടം ആക്കിയിട്ടുണ്ട്. ഇനി അത് കെട്ടി വെക്കുകയാണെങ്കിൽ പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് പൊട്ടിയാലും കുഴപ്പമില്ലല്ലോ, നമ്മൾ കവറിലെല്ലാം ആക്കി വെക്കുന്നത്. അപ്പോൾ അതാക്കിയിട്ട് അത് കെട്ടിയിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പായസം ചോറ്റുപാത്രത്തിലാണ് ആക്കുന്നത്. അപ്പോൾ അതാ പായസം ചോറ്റുപാത്രത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മോനിക്കുള്ളത് കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ള പായസമൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ പായസം ആക്കി. ഇനി അത് അടച്ച് വെക്കുക. ഇനി അതൊന്ന് സഞ്ചിയിലാക്കി വെക്കണം, ആൾ വരുമ്പോഴത്തേനും അവിടെ റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ അതെല്ലാം സഞ്ചിയിലാക്കി ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇനി ആൾ വരുമ്പോൾ ഉമ്മ എടുത്ത് കൊടുത്തോളും. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കിലേക്കുള്ളതും കൂടി ആയിട്ടുണ്ട്. ഇനി രാത്രി ആകുമ്പോഴേക്കുള്ളതാണ് കേട്ടോ. ഇനി രാത്രിക്കിലേക്ക് വേണ്ടത് ചപ്പാത്തിയാണ്. അപ്പോൾ അതാ ചപ്പാത്തിയിലേക്ക് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഞാൻ കൂടുതലായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊന്ന് കുറുകി വന്നാൽ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ട കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെറുപയർ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 തരം കറി ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ച് മീൻ കറി ഉണ്ടാക്കാം, പിന്നെ വിചാരിച്ച് മീൻ കറി വേണ്ട, ഇനി പറ്റിയില്ലെങ്കിലോ രാത്രിയല്ലേ. അപ്പോൾ ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ചെമ്മീനൊക്കെ ശരിയാക്കി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ മുട്ടക്കറി തന്നെ ഉണ്ടാക്കി. അപ്പോൾ അതിൽ കുറച്ച് ഒരു തരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറിയിൽ ലാസ്റ്റ് തരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചപ്പാത്തി പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തി ഇന്ന് ഞാൻ ഇൻസ്റ്റയിൽ കണ്ട പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് വലിയ പണിയൊന്നുമില്ല, മിക്സിയിൽ ഒന്നിട്ട് കറക്കിയതിൻ്റെ ശേഷം കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ പ്രാവശ്യം ഇട്ട് കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുഴക്കണ്ട. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അതുപോലെ ഒരൊറ്റ പൊള്ളം പൊന്തി വരും, നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ അതേപോലെ ആയിരുന്നു. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നാളികേരം അരച്ചൊഴിച്ചു. ഇനി ഇതിലേക്ക് ഉള്ളിയും കൂടിയും കാച്ചി ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ആയാൽ അതായി. ഇനി പിന്നെ ചപ്പാത്തി നമുക്ക് പരത്തി വെക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തി മുന്നേ പരത്തി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല, നല്ല എളുപ്പത്തിൽ നമുക്ക് പരത്താൻ പറ്റും മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ചപ്പാത്തിയും കൂടി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. രാത്രിക്കുള്ള ഇത് പാത്രം അവർ വരുമ്പോൾ തന്നെ കേട്ടോ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ശബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആൾ വരിക. അപ്പോൾ പാത്രം കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് ചപ്പാത്തി ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കറികളായിട്ട് ഈ 2 കറി തന്നെ കൊടുത്തയക്കണുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പാത്രത്തിലേക്ക് എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്രാവശ്യത്തെ ഉസ്താമാരുടെ ചിലവ് അങ്ങനെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലാതെ പെട്ടെന്ന് എല്ലാ പണികളൊക്കെ കഴിച്ച് നേരത്തിന് കൊടുത്തയക്കാൻ പറ്റി. അതാണല്ലോ നമുക്ക് അന്നത്തെ ദിവസം ടെൻഷൻ ഉണ്ടാവുക, പെട്ടെന്ന് കൊടുത്തയക്കണം, ആ നേരത്തിന് ആവും വേണം. അപ്പോൾ അതെല്ലാം ആയി, ഇനിയിപ്പോൾ അത് കൊടുത്തയച്ചാൽ മതി. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ചിലവ് 6 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.